അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഒരു സംഭവം ഉണ്ടായി. രാത്രി സമയം ഒരാൾ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, അലി തങ്ങളുടെ വാതില്. അതാരാന്നറിയോ? അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ എന്തോ ഒരു രഹസ്യം പറയാനാ പോകുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്കാണ് വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി സ്ഥാനമേറ്റ സമയം അലി തങ്ങൾ വന്ന് കണ്ടതാണ്. അലി തങ്ങളല്ല ഖലീഫ, അലി തങ്ങൾ സദാ ഒരു സ്വഹാബിയാണ്. അഅ്വാനു സ്വഹാബ, അഅ്വാനുൽ ഖലീഫ, ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ വഫാത്തായ നേരം തങ്ങൾ സൂചന കൊടുത്തു ആരായിരിക്കണം പിൻഗാമി എന്ന്. തങ്ങൾ പേരെടുത്ത് പറഞ്ഞില്ല, അറിയാമല്ലോ. സിദ്ദീഖ് തങ്ങളോട് ഇമാമ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ വലിയ ഉമ്മുക്കും അബൂബക്കർ, അബൂബക്കർ എന്നവരാണ് ഇമാമ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് നബി തങ്ങൾ കർക്കശമായിട്ട് തന്നെ, ആയിഷ ബീവിയൊക്കെ പലതും പറഞ്ഞു, എൻ്റെ ഉപ്പാനോട് പറയില്ല നബിയെ, എൻ്റെ ഉപ്പാക്ക് ഇമാമ് നിൽക്കാൻ കഴിയില്ല, അവരോദിയാ പിന്നെ ഒത്ത് കേൾക്കൂല, എൻ്റെ വാപ്പ കരയും. ഇതൊന്നും പറഞ്ഞ് അന്തും സ്വാഹിബാത്തു യൂസുഫ്, നിങ്ങളൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അബൂബക്കർ തങ്ങൾ തന്നെ നിസ്കരിക്കണം ഇമാമായിട്ട് പുണ്യനബി പറഞ്ഞു. സ്വഹാബിമാർ മഷ്വറ കൂടി. പുണ്യനബി തങ്ങൾ വഫാത്തായപ്പോഴേ ആരാവണം നേതാവ്, ആരാവണം സയ്യിദ്, അൻസ്വാരികൾ തീർച്ചയായും അവകാശപ്പെട്ടു. സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. മിന്നാ വസീറും വമിൻകും അമീർ, വസീർ ഞങ്ങളിൽ നിന്നാവണം, അമീർ നിങ്ങളിൽ നിന്നായിക്കോട്ടെ. മുഹാജിറുകൾ വിട്ടുകൊടുത്തില്ല. കാരണം അൽ ഇംറത്തു മിൻ ഖുറൈശ് എന്ന നബി തങ്ങളുടെ ഒരു ഹദീസുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ബലാബലം തമ്മിലുള്ള ചർച്ചയല്ല നമ്മൾ പറയുന്നത്, അതിൻ്റെ മഅന സ്വഹീഹാണ്. നബി തങ്ങൾ അത് ശരിവെച്ചിട്ടുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും ഖുറൈശികളുടെ ഭാഗബേഹത്വം എന്ന് പറയുന്നത്, ഭാഗവാഹിത്വം മുഹാജിറുകളാണ്. മുഹാജിറുകളിൽ നിന്നാവണം നേതാവ് എന്ന് സിദ്ദീഖ് തങ്ങൾ ഉമറന്നവരുമൊക്കെ വാദിച്ചു. അൻസ്വാരികൾ പറഞ്ഞു അല്ല, ഞങ്ങളിൽ നിന്ന് വേണം. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു മനോഹരമായൊരു പ്രഭാഷണം നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകി ആരാവണം നേതാവെന്ന് നിബിതങ്ങൾ പഠിപ്പിച്ച ഒരു സ്വഹാബിയെ, സാഹിബുഹു ഫിൽ ഗാർ, സൗർ ഗുഹയിൽ ഹബീബിൻ്റെ കൂടെ നിന്ന് ഹബീബിൻ്റെ സ്വാഹിബ് എന്ന് ഖുർആൻ പറഞ്ഞ ഒരാൾ, അങ്ങനത്തെ ഒരാളിൻ്റെ മുമ്പിൽ നിൽക്കാൻ ധൈര്യമുള്ളവർ ആരാണ് ഇവിടെയുള്ളത്? ആരാണ് ഇവിടെയുള്ളത് സിദ്ദീഖ് എന്നവരുടെ മുമ്പിൽ നിൽക്കാൻ? ആരും മിണ്ടിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ബൈഅത്ത് സ്വീകരിക്കുകയാണ്. സിദ്ദീഖ് എന്നവർ പറഞ്ഞു, എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ മഹാനവറുകൾ സ്വീകരിച്ചു. ഖലീഫയാണ്. രാത്രിയിൽ വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നുണ്ടല്ലോ ഫിത്തന ഉണ്ടാക്കല്, ആ പരിപാടി. സുബ്ഹാനല്ലാഹ്, ചെറിയൊരു ഫിത്തന മനസ്സിൻ്റെ ഉള്ളിലെങ്കിൽ വരുമല്ലോ. മൂപ്പര് വേണ്ട, മൂപ്പരെ പിടിച്ച് താഴെ ഇടണം, മറ്റേ ആൾ മതി, ഇയാൾ വേണ്ട. ഇതെല്ലാ നാട്ടിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. അസൂറുഹും വളലാമുൽ ലൈലി യശ്ഫഉ ലീ വഅൻഥനി വബയാദു സുബ്ഹി യഗ്രീബി കം സൗറത്തിൻ ലക ഫിൽ അഅറാബി ദാഹിയത്തിൻ അദ്ഹാ വഖദ് റഖദു മിൻ സൗറത്തിൽ ദീബി. രാത്രികാലത്തുള്ള വരവ് അതൊരു പ്രത്യേക സൂചനയുണ്ടതിന്. വരുന്നത് മറ്റാരുമല്ല, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു 23 വർഷത്തെ ഹബീബിൻ്റെ ദഅവത്തിൻ്റെ കാലഘട്ടങ്ങളിൽ 22 വർഷം പ്രതിപക്ഷത്ത് നിന്ന ആളാണ്. പക്ഷേ സഹാബിയാണ്. ഇന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബ്ലഹ്. നമ്മളവരെ പറ്റി ഒന്നും മോശം വിചാരിക്കരുത്. പക്ഷെ ഒരു സംഭവം, അലി റളിയല്ലാഹു അൻഹു എങ്ങനെ അതിന് ഇടപെട്ടു എന്ന് നമുക്കൊരു മാതൃക. ഈ ഉമ്മത്തിൽ നടക്കുന്നതൊക്കെ സ്വഹാബത്തിൻ്റെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഇതിലൊക്കെ ഒരുപാട് മാതൃക ഉണ്ട്. അത് നോക്കിയാൽ തന്നെ നമ്മൾ ഇന്നത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റും. എല്ലാറ്റിലും മാതൃക ഉണ്ട്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. അലി തങ്ങളെ ചോദിച്ചു, എന്തേ അബൂ സുഫിയാൻ എന്നവരെ പാതിരാക്ക് നിങ്ങൾ വന്നത്? വലിയ നേതാവാണ്, ഖുറൈശികളുടെ സയ്യിദാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ഹിന്ദ് ബിൻത് ഉത്ബയുടെ ഭർത്താവ്, ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പയും മോനൊക്കെ സ്വഹാബിയാണ്. പക്ഷേ അധികാരമല്ലേ,
ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൈമ് ഗോത്രക്കാരനാണ്, തൈമിയാണ്. ബനു ഹാഷിം ഗോത്രത്തിലാണ് അലി റളിയല്ലാഹു അൻഹു വരുന്നത്. റസൂലുള്ളാഹിന്റെ ഗോത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂ സുഫിയാൻ എന്നവര് ഒരു ഓഫർ കൊടുക്കുകയാണ്. കൈഫ യതവല്ല അബൂബക്കറിനിൽ ഖിലാഫ, എങ്ങനെയാണ് സിദ്ദീഖ് എന്നവർ ഖലീഫയാകുന്നത്? വഹുവ തൈമി വഅൻത മിൻ ബനി ഹാഷിം, നിങ്ങൾ ബനു ഹാഷിമിൽപ്പെട്ട ആളല്ലേ, നിങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ അലിയാരെ എങ്ങനെയാണ് തൈമി ഗോത്രത്തിലുള്ള സിദ്ദീഖ് എന്നവർ ഖലീഫയാകുന്നത്? കഴിഞ്ഞിട്ടില്ല, ഇനി ആ വരുന്ന ഓഫർ. ഇൻ ശിഇത, നിങ്ങൾക്ക് വേണമെങ്കിൽ മലഅ്തു ലകൽ മദീനത ഖൈലൻ ജുർദൻ വശബാബൻ മുർദാ. അലിയാരെ നിങ്ങളൊരു സമ്മതം തന്നാൽ മദീന മുഴുവൻ കുതിരപ്പടയാളികളെ ഞാൻ നിരത്തിത്തരാം, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഞാൻ ഇറക്കിത്തരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖിലാഫത്ത് നിങ്ങൾ എടുത്തു വാങ്ങിക്കണം, നിങ്ങളാവണം ഖലീഫ. നിങ്ങൾ എങ്ങനെ സമ്മതിച്ചു കൊടുത്തതിന്? ഖലീഫ നിങ്ങളല്ലേ ആവേണ്ടത്, ബനു ഹാഷിം ഗോത്രത്തിൽ നിങ്ങളല്ലേ, സിദ്ദീഖ് എന്നവരെ തൈമിയല്ലേ. മഹാന്മാർ പറയും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അത്രമേൽ സ്നേഹമുള്ള അലിയാരോടാണ് ഈ പറയുന്നത്. പക്ഷേ എങ്ങനെ അബൂ സുഫിയാൻ എന്നവർക്കത് പറയാൻ കഴിഞ്ഞു? അതിന് പറയുന്ന കാരണം ഖരീബു അഹദിൻ ബിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അടുത്തല്ലേ വന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് പൂർണ്ണമായും ദീനിൻ്റെ സത്ത ഉൾക്കൊള്ളാനുള്ള സമയമാകുന്നേ ഉള്ളൂ. പഴയ കാലത്തെ ചില ചിന്തകളൊക്കെ, ഉഹദ് യുദ്ധം മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിക്കാൻ കാരണം അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്ലാനിംഗ് ആണ്, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അറ്റാക്കാണ്. പക്ഷേ ഈ രണ്ടുപേരും പിന്നെ സ്വഹാബികളായി മാറുകയാണ്. നോക്കണേ, വലിയ അത്ഭുതം. ബദർ മുഴുവൻ ഉണ്ടാക്കിയ ആള്, ബദറിലേക്ക് കോപ്പുകൂട്ടിയ ആളാണ് അബൂജഹൽ അംറു ബിൻ ഹിഷാം. പക്ഷെ മൂപ്പരുടെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ബാപ്പ എന്താ പറയുക, ഏറ്റവും വലിയ ശത്രുവാണ് ദീനിൻ്റെ. പക്ഷെ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഹിദായത്തിൻ്റെ വെളിച്ചമല്ല കൊണ്ടുവന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ ചില തദ്ബീറുകൾ നോക്കണം. ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അബൂ സുഫിയാൻ എന്നവര്. അലിയാരെ എങ്ങനെയാണ് സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ഖലീഫയായി അംഗീകരിക്കുക? അവര് തൈം ഗോത്രക്കാരനല്ലേ, തൈമിയല്ലേ. നിങ്ങളാണെങ്കിലോ ഹാഷിമിയാൻ, ഹാഷിമിയായി നിങ്ങളല്ലേ ഖലീഫയാകേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മദീനയിൽ ആയിരക്കണക്കിന് കുതിരകളെ, ആയിരക്കണക്കിന് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ, മീശ മുളച്ചു വരുന്ന ചെറുപ്പക്കാർ, അവരാ ഷബാബൻ മുർദൻ എന്ന് പറഞ്ഞത്, അങ്ങനത്തെ ചെറുപ്പക്കാരെ ഞാൻ ഇറക്കിത്തരാം. സൈന്യം ഒരു അറ്റാക്ക് ചെയ്തിട്ട് സിദ്ദീഖ് എന്നവരെ മറിച്ചിട്ടിട്ട് ഞാൻ നിങ്ങളെ ഖലീഫയാക്കാം. ഈ ഓഫറുമായിട്ടാണ് വന്നത്. അതിന് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയാണ് നമ്മൾ കേൾക്കേണ്ടത്. മുഅ്മിനെ, തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ, സംഘടനാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അത് ദീനിൻ്റെ സംഘടനയാണെങ്കിലും അല്ലെങ്കിലും പിശാച് എല്ലായിടത്തും കയറൂലേ. എല്ലായിടത്തും പള്ളി കമ്മിറ്റിയാണെങ്കിലും ഫിത്തന വരും. എത്ര അടികൂടലിൻ്റെ നല്ല 1-ാം നമ്പർ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞ് ഇമാം 2 ഖുതുബയിൽ ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടി നടക്കണില്ല. ജുമ കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അള്ളാഹിനെ ഭയപ്പെടണേ എന്നാണ് പറയണത്. എന്നിട്ട് പൊരിഞ്ഞ തല്ല്, ഖത്തീബ് ഉസ്താദിനും കിട്ടും അടി, കമ്മിറ്റിക്കും കിട്ടും അടി. ഇതൊക്കെ എന്ത് കോമാളിത്തരം! അള്ളാഹിൻ്റെ പള്ളിക്ക് പോകേണ്ട ആവശ്യമുണ്ട്, വേറെ എവിടേക്കും പോയിക്കൂടെ? അള്ളാഹുവിൻ്റെ തഖ്വയും അള്ളാഹുവിൻ്റെ ദീനും നിലനിർത്തേണ്ട സ്ഥലമാണത്. അവിടെ നിന്നാണ് കളിക്കണത്. കല്ലാ സയഅലമൂന സുമ്മ കല്ലാ സയഅലമൂൻ. അലി റളിയല്ലാഹു അൻഹു അബൂ സുഫിയാന്റെ കോളറിന് പിടിച്ചു. റളിയല്ലാഹു അൻഹുവിന്റെ കോളറിന് പിടിച്ചിട്ട് ഒരു വാക്ക് ചോദിക്കുകയാണ്. യാ അബാ സുഫിയാൻ അൽ മുഅ്മിനൂന നസഹ വൽ മുനാഫിഖൂന ഗശശ. അബൂ സുഫിയാനെ, നിങ്ങൾക്കറിയുമോ, മുസ്ലിമീങ്ങൾ ഓരോരുത്തരും പരസ്പരം നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരാൾ നന്നാവണമെന്ന് ആഗ്രഹിക്കേണ്ടവരാണ്. എന്നെക്കാളും എൻ്റെ കൂട്ടുകാരനാണ് നല്ലവൻ എന്ന് വിചാരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വൽ മുനാഫിഖൂന ഗശശ. കപടവിശ്വാസികളാണ് വഞ്ചിക്കുന്നവരെ. കപടവിശ്വാസികൾ വഞ്ചകന്മാരാണ്. അതുകൊണ്ട് അബൂ സുഫിയാനെ, മുഅ്മിനായ എന്നോടാണോ നിങ്ങൾ ഈ ഓഫറുമായി വരുന്നത്? അലിയാരെ കിട്ടൂല അബൂ സുഫിയാനെ എന്ന് പറഞ്ഞ് വാതിലടച്ചിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കൊടുത്ത മറുപടി ഇതാണ്, അൽ മുഅ്മിനൂന നസ്വഹ.
മുഅ്മിനീങ്ങളായ ആളുകൾ പരസ്പരം നന്മ വരണം. ഒരാൾ വന്നാൽ അസൂയയോ കണ്ടുകൂടായ്മയോ ഒരു മുസ്ലിമായ മനുഷ്യന് പാടുള്ളതല്ല. അയാൾ കാരണം മഹല്ല് നന്നാവട്ടെ, അയാൾ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉമ്മത്തിന് ഖൈറുണ്ടാവട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞ് ഖലീഫയെ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫിത്ന ഉണ്ടാക്കുകയോ പിന്നെ കാലുവാരുകയോ മറുകണ്ഠം ചാടുകയോ ഇതൊന്നും മുസ്ലിമിന് ചെയ്യാൻ പറ്റില്ല. അൽ മുഅ്മിനൂന നസ്ഹ വൽ മുനാഫിഖൂന ഗശശ എന്ന് അലി റളിയല്ലാഹു അൻഹു വലിയൊരു പാഠം 21-ാം നൂറ്റാണ്ടിലും പ്രസക്തമായ ഒരാശയം. ഈ ഉമ്മത്തിൻ്റെ സാമൂഹികമായ ചുറ്റുപാടുകൾ സുഭദ്രമാവണം. ഒന്നുമല്ല, അതിലാണ് നന്മയുള്ളത്. അല്ലെങ്കിൽ ഉമ്മത്തെ പിച്ച് ചീന്തി കഷ്ണം കഷ്ണമായി ഓരോരുത്തരും ഓരോ സംഘടനകളായി പോയി, ഓരോരുത്തരും മാറി മാറി പിരിഞ്ഞ് കൊഴിഞ്ഞു പോയി. ഈ ഉമ്മത്തിൻ്റെ അടിസ്ഥാന ശക്തിയും ഒരുമയും നഷ്ടപ്പെട്ടു പോയാൽ യദുല്ലാഹി അലൽ ജമാഅ, ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംഘത്തിൻ്റെ കൂടെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കൈയുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.